welcome to a beautiful episode of Life and Travel with Mansoor. ഇന്നത്തെ വ്ളോഗ് കുറച്ച് ഇൻഫർമേറ്റീവ് കണ്ടന്റ് ആണ്. ഇൻഫർമേറ്റീവ് കണ്ടന്റ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിചാരിക്കുക എന്താവും എന്നല്ലേ. ഇപ്പം നമുക്കറിയാം, ഇപ്പോൾ കോവിഡൊക്കെ നടന്നു. അപ്പം കഴിഞ്ഞ വർഷം നമ്മുടെ +2 കഴിഞ്ഞ് നമ്മുടെ സ്റ്റുഡൻസൊക്കെ മെഡിക്കൽ എൻട്രൻസ് എഴുതി, നീറ്റ് എക്സാം എഴുതി, അവർ കുറേ പേര് ക്വാളിഫൈ ചെയ്തു, റാങ്ക് ലിസ്റ്റ് വന്നു. പിന്നെ ഇപ്പോൾ അഡ്മിഷൻസൊക്കെ ഓൾമോസ്റ്റ് സെക്യൂർ ആയിട്ടിരിക്കുന്ന ഒരു ടൈമാണ്. അപ്പം ഈ നീറ്റ് പാസ്സായിട്ട് അഡ്മിഷൻ സെക്യൂർ ആയ ഒരാൾക്കാർക്ക് വേണ്ടി അവരുടെ ഫസ്റ്റ് ഇയർ ഓഫ് MBBS ലൈഫ് എങ്ങനെയായിരിക്കും എന്ന് അറിയിക്കാൻ, അല്ലെങ്കിൽ എങ്ങനെയാണെന്ന് മനസ്സിലാക്കി കൊടുക്കാനാണ് ഈ ഒരു കുഞ്ഞു ബ്ലോഗിന് ഷൂട്ട് ചെയ്യുമെന്ന് പറഞ്ഞത്. സോ ഏതൊരു MBBS ഡോക്ടറുടെയും ബെസ്റ്റ് പാർട്ട് ഓഫ് ദർ കോളേജ് ലൈഫ് എന്ന് പറഞ്ഞാൽ അവർ ആദ്യം പറയുക അവരുടെ ഫസ്റ്റ് ഇയർ ആയിരിക്കും. ടഫസ്റ്റ് പാർട്ട് ഓഫ് MBBS എന്ന് പറയുമ്പോൾ മിക്കവരും പറയുക ഈ ഫസ്റ്റ് ഇയറും ഈ ഫൈനൽ ഇയറുമാണ്. ഫൈനൽ ഇയർ കമ്പാരിറ്റീവ്ലി കുറച്ചും കൂടി ടഫാണെങ്കിലും ഫസ്റ്റ് ഇയറും അത്രയ്ക്ക് എളുപ്പമല്ലെന്ന് വേണമെങ്കിൽ പറയാം. പക്ഷേ അത് മെജോറിറ്റി ആൾക്കാർക്കും ഈ NCERT CBSE സിലബസും ബോർഡ് എക്സാംസും ഒക്കെ കഴിഞ്ഞിട്ട് ഒരു സ്പൂൺ ഫീഡിങ് മെത്തേഡിൽ കൂടെ നമ്മൾ കോളേജിലോട്ട് വരുന്നുണ്ടാകും. കോളേജിൽ വരുമ്പോഴത്തേക്കും ഒരുപാട് സബ്ജക്ട്സും ഭയങ്കര വാസ്റ്റായിട്ട് കിടക്കുന്ന ടോപ്പിക്സും കാണുമ്പോഴത്തേക്കും ഉണ്ടാകുന്ന ചെറിയൊരു പേടി, അത്രയും മാത്രമേ ഉള്ളൂ ഈ ഫസ്റ്റ് ഇയർ ടഫ് ആവാനുള്ള മേജർ റീസൺ എന്ന് പറഞ്ഞാൽ. പക്ഷേ എന്തായാലും പഠിച്ചാൽ നമുക്ക് ഫസ്റ്റ് ഇയർ പാസ്സാവാൻ പറ്റും. അപ്പം ഫസ്റ്റ് ഇയറിൽ നമുക്ക് എന്തൊക്കെ ബുക്സ് വേണം നമുക്ക് ആദ്യം നോക്കാം. ബുക്സിന് മുന്നേ സബ്ജക്ട്സ് എന്ന് അറിയട്ടെ. യെസ്, മെഡിസിനിൽ നമ്മുടെ സ്റ്റെപ്പിംഗ് സ്റ്റോൺസ് ആണ് ഈ പറയുന്ന 3 വിഷയങ്ങൾ. ഏതൊക്കെയാണെന്നല്ലേ? ആദ്യം അനാറ്റമി, സെക്കൻഡ് ഫിസിയോളജി, തേർഡ് ബയോകെമിസ്ട്രി. അനാറ്റമി എന്ന് പറഞ്ഞാൽ ഒരു ബോഡിയുടെ സ്ട്രക്ചറൽ ഓർഗനൈസേഷൻ, അതായത് ഒരു ബോഡിയിൽ എന്തൊക്കെ ഓർഗൻസ് ഉണ്ട്, അതൊക്കെ എവിടെയൊക്കെയാണ്, ഏതൊക്കെ മസിൽസ് ഉണ്ട്, ബോൺസ് ഉണ്ട്, നെർവ്സ്, ബ്ലഡ് വെസൽസ്, ഈ കംപ്ലീറ്റ് സ്ട്രക്ചർ, അതായത് ഒരാളുടെ ഹെഡ് ടു ടോ ഉള്ള അയാളുടെ എല്ലാ സ്ട്രക്ചേഴ്സിനെ പറ്റി പഠിക്കുന്ന ഒരു സബ്ജക്റ്റാണ് അനാറ്റമി. സെക്കൻഡ് നമ്മുടെ സബ്ജക്റ്റാണ് ഫിസിയോളജി എന്ന് പറഞ്ഞാൽ. ഫിസിയോളജി ഡീൽസ് വിത്ത് ദ ഫങ്ഷനിങ് ഓഫ് ഹ്യൂമൻ ബോഡി. ഒരു ബോഡിയിൽ ഓരോ ഓർഗൻസിനെയും ഫങ്ഷനെ സിസ്റ്റമായിട്ട് സ്റ്റഡി ചെയ്യുക, അതാണ് ഈ സബ്ജക്റ്റിൻ്റെ പ്രാധാന്യം എന്ന് പറഞ്ഞാൽ. അപ്പം ഇപ്പം നമ്മൾ ബ്രീത്ത് ചെയ്യുന്നു, നമ്മൾ യൂസ് ചെയ്യുന്ന സിസ്റ്റം ഏതാ? റെസ്പിറേറ്ററി സിസ്റ്റം. ആ സിസ്റ്റത്തിനകത്തുള്ള കമ്പോണൻസ്, അതിൻ്റെ മെക്കാനിക്സ്, അതിൻ്റെ ഡൈനാമിക്സ്, ഇതൊക്കെയാണ് ഫിസിയോളജി ഡീൽ ചെയ്യുന്നത്. നമ്മുടെ തേർഡ് സബ്ജക്റ്റാണ് ബയോകെമിസ്ട്രി. ബയോകെമിസ്ട്രി എന്ന് പറയുമ്പോൾ ഇറ്റ് ഈസ് ദ ലാംഗ്വേജ് ഓഫ് ബയോളജി. അതായത് ഓരോ സെല്ലിൻ്റെയും ഓരോ പ്രോസസ്സിനെയും ബയോളജിക്കലും വളരെ മോളക്യുലർ ലെവലും സ്റ്റഡി ചെയ്യുന്നൊരു സബ്ജക്റ്റാണ് ബയോകെമിസ്ട്രി എന്ന് പറഞ്ഞാൽ. ഓരോ സെല്ലിൽ നടക്കുന്ന സൈക്കിൾസ് എന്താ, ഈ സൈക്കിൾസ് തമ്മിലുള്ള റിലേഷൻസ് എന്താ, എനർജി യൂസേജ്, അവിടുത്തെ മോളക്യുലർ എലമെൻറ്റ്സ് എന്തൊക്കെയാണ്, പിന്നെ നമ്മൾ ജീൻസ്, മോളക്യുലർ ബേസിസ് ഓഫ് ഇൻഹെറിറ്റൻസ്, അങ്ങനെ ഒരുപാട് കാര്യങ്ങളാണ് ബയോകെമിസ്ട്രി പഠിപ്പിക്കുന്നത്. ഇൻഫാക്ട് ക്ലിനിക്കൽ ഡയഗ്നോസിസിൽ ഒരു 70% നമ്മൾ ബയോകെമിസ്ട്രിയിലാണ് റിലൈ ചെയ്യുന്നത്. ഈ 3 സബ്ജക്ട്സും കൂടാതെ നെക്സ്റ്റ് നമുക്ക് വരുന്നൊരു വളരെ ഇമ്പോർട്ടൻ്റ് ആയ സബ്ജക്റ്റാണ് കമ്മ്യൂണിറ്റി മെഡിസിൻ. കമ്മ്യൂണിറ്റി മെഡിസിൻ്റെ ബേസിക്സ് നിങ്ങൾ ഫസ്റ്റ് ഇയറിൽ പഠിക്കുമെങ്കിലും അത് കൂടുതലും ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുന്നത് തേർഡ് ഇയറിലായിരിക്കും. സാറ്റർഡേ തിയറി ക്ലാസ്സുകളും പിന്നെ നിങ്ങൾ വളരെ എൻജോയ് ചെയ്യുന്ന കുറേ ഫീൽഡ് വിസിറ്റ്സും കമ്മ്യൂണിറ്റി മെഡിസിൻ നിങ്ങൾക്ക് ഗിഫ്റ്റ് ചെയ്യുന്നു വേണേൽ പറയാം. സബ്ജക്ട്സ് ഏതൊക്കെയെന്ന് മനസ്സിലായില്ല. ഇനി നമുക്ക് ഈ ഓരോ സബ്ജക്ട്സിനും ഏതൊക്കെ ബുക്കാണ് വേണ്ടതെന്ന് നോക്കാം. അപ്പോൾ സ്റ്റാർട്ടിങ് വിത്ത് അനാറ്റമി. അനാറ്റമിക്ക് ഏത് ബുക്കല്ലേ യൂസ് ചെയ്യാം? ഗ്രേസ് അനാറ്റമി? വേണ്ട അല്ലേ. നമ്മുടെ നാട്ടിൽ നമ്മൾ അനാറ്റമിക്ക് വളരെ സിമ്പിളായ 2 സെറ്റ് ഓഫ് ബുക്സ് ആണ് യൂസ് ചെയ്യുന്നത്. ഒന്ന് വളരെ കാലാകാലങ്ങളായിട്ട് യൂസ് ചെയ്ത് വന്ന ദ ബൈബിൾ ഓഫ് അനാറ്റമി എന്നൊക്കെ പറയുന്ന BD ചൗരസിയുടെ ബുക്കാണ്. ഈ സെക്കൻഡ് സെറ്റ് ഓഫ് ബുക്ക് എന്ന് പറയുന്നതാണ് വിശ്രാം സിംഗ്. ഈ ബുക്കിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതിനകത്ത് കൂടുതൽ ഡയഗ്രമാറ്റിക് റെപ്രസെൻറ്റേഷൻസ് ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ബുക്ക് ഇപ്പോൾ യൂസ് ചെയ്യുന്ന ട്രെൻഡും വളരെ കൂടുതലാണ്. 2 ബുക്കിൻ്റെയും കോണ്ടന്റ് ഓൾമോസ്റ്റ് സിമിലർ ആണെങ്കിൽ പോലും ഡയഗ്രംസിന് പ്രാധാന്യം കൊടുക്കുന്നതുകൊണ്ട് കൂടുതൽ ആൾക്കാരും വിശ്രാം സിംഗിലാണ് ഇപ്പോൾ റിലൈ ചെയ്യുന്നത്. അനാറ്റമി ഒരു വാസ്റ്റ് സബ്ജക്റ്റ് ആയതുകൊണ്ട് ഈ സബ്ജക്റ്റിന് പല സബ് സബ്ജക്ട്സും കൂടിയുണ്ട്. അതിൽ തന്നെ പ്രാക്ടിക്കലിന് വളരെ ഇമ്പോർട്ടൻ്റ് ആയൊരു സബ്ജക്റ്റാണ് ഹിസ്റ്റോളജി. ഹിസ്റ്റോളജി മീൻസ് സ്റ്റഡി ഓഫ് ടിഷ്യൂസ്. അതായത് നമ്മൾ പ്രാക്ടിക്കലിന് മൈക്രോസ്കോപ്പിൽ കാണുന്ന എല്ലാ ടിഷ്യൂസിനെയും സ്ട്രക്ചേഴ്സ് വളരെ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുന്ന ഒരു സബ്ജക്റ്റാണ് ഹിസ്റ്റോളജി എന്ന് പറഞ്ഞാൽ. ഹിസ്റ്റോളജിക്ക് നമ്മൾ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന ബുക്ക് IB സിംഗ് ഹിസ്റ്റോളജിയാണ്. BD ചൗരസിക്ക് 4 വോളിയും വിശ്രാം സിംഗിന് 3 വോളിയും ഉണ്ട്. ഇതിൽ ഏത് ബുക്ക് നിങ്ങൾ ചൂസ് ചെയ്യുകയാണെങ്കിലും അതായിരിക്കും നിങ്ങളുടെ അനാറ്റമിയുടെ മെയിൻ സ്റ്റഡി ടൂൾ എന്ന് പറയാം. നെക്സ്റ്റ് നമ്മുടെ സബ്ജക്റ്റാണ് എംബ്രിയോളജി. എംബ്രിയോളജി മീൻസ് ഇറ്റ് ഇസ് എ സ്റ്റഡി ഓഫ് ഡെവലപ്മെന്റ് ഓഫ് എൻ ഇൻഡിവിജ്വൽ ബിഫോർ ബർത്ത്. ഒരാൾ ജനിക്കുന്നതിന് മുമ്പ് അയാളുടെ ബോഡിയിൽ ഉണ്ടാകുന്ന ഓർഗൻസിന്റെ ഡെവലപ്മെന്റിനെയും അയാളുടെ ഡെവലപ്മെന്റിനെ പറ്റി സ്റ്റഡി ചെയ്ത സബ്ജക്റ്റാണ് എംബ്രിയോളജി. എംബ്രിയോളജിക്ക് വേണ്ടി നമുക്ക് മെയിൻലി യൂസ് ചെയ്യുന്ന ടെക്സ്റ്റ് ബുക്ക് IB സിംഗിന്റെ എംബ്രിയോളജി ടെക്സ്റ്റ് ബുക്ക് തന്നെയാണ്. അതുകൂടാതെ നമുക്ക് ഒരു ടെക്സ്റ്റ് ബുക്ക് കൂടി സജസ്റ്റ് ചെയ്യും. ഇതിൻ്റെ പേര് ലൈഫ് ഇൻ ദ വോംബ് എന്നാണ്. ഇറ്റ്സ് റിട്ടൺ ബൈ ഡോക്ടർ റോസ്. ഷീസ് അസിസ്റ്റന്റ് പ്രൊഫസർ തൃശ്ശൂർ മെഡിക്കൽ കോളേജ്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ആ ബുക്ക് വാങ്ങിച്ചു നോക്കാം. തേർഡ് നമ്മുടെ സബ് സബ്ജക്റ്റ് ആണ് ഓസ്റ്റിയോളജി. ഓസ്റ്റിയോളജി മീൻസ് ദ സ്റ്റഡി ഓഫ് ബോൺസ്.
ഓസ്റ്റിയോളജിക്ക് വേണ്ടി IB സിംഗിന്റെ സെപ്പറേറ്റ് ഓസ്റ്റിയോളജി ബുക്ക് ഉണ്ടെങ്കിൽ പോലും ഈ ബുക്ക് വാങ്ങണമെന്ന് നിർബന്ധമില്ല. കാരണം നമ്മുടെ വിശ്രാം സിംഗ് അല്ലെങ്കിൽ BD ചൗരസ്യ ഏത് ബുക്ക് നിങ്ങൾ യൂസ് ചെയ്താലും ആ ബുക്കിന്റെ ഫൈനൽ പേജസിൽ ഓസ്റ്റിയോളജി അല്ലെങ്കിൽ ബോൺ സ്റ്റഡി അവർ ഓൾറെഡി കവർ ചെയ്യുന്നുണ്ട്. അനാറ്റമിയുടെ അവസാനത്തെ സബ്ജക്ട് എന്ന് പറഞ്ഞാൽ ന്യൂറോ അനാറ്റമിയാണ്. ന്യൂറോ അനാറ്റമി മീൻസ് ഇറ്റ് ഇസ് എ സ്റ്റഡി ഓഫ് സ്ട്രക്ചർ ആൻഡ് ഫംഗ്ഷൻ ഓഫ് നെർവസ് സിസ്റ്റം. നെർവസ് സിസ്റ്റം എന്ന് പറഞ്ഞാൽ ബ്രെയിനും സ്പൈനൽ കോഡും അതൊക്കെയാണ്. അപ്പോൾ ഇത് നിങ്ങളുടെ കോളേജിൽ ഈ ഏരിയ ആകുമ്പോൾ നിങ്ങൾ ടീച്ചേഴ്സ് പറയുമ്പോൾ നിങ്ങളിത് വാങ്ങിയാലും മതി. ന്യൂറോ അനാറ്റമിക്ക് വേണ്ടി മെയിൻലി 2 ബുക്സാണുള്ളത്. ഒന്ന് IB സിംഗിന്റെ ന്യൂറോ അനാറ്റമിയും മറ്റൊന്ന് വിശ്രാം സിംഗിന്റെ ന്യൂറോ അനാറ്റമിയും. ഈ 2 ബുക്കുകൾ ഏത് ബുക്കാണ് നിങ്ങൾ കംഫർട്ടബിൾ നിങ്ങൾക്ക് അത് യൂസ് ചെയ്യാവുന്നതാണ്. ഒന്നുകിൽ നിങ്ങളുടെ ക്ലാസ്സിന്റെ മെജോറിറ്റി ഏതാണോ ഫോളോ ചെയ്യുന്നത് ആ ബുക്ക് നിങ്ങൾക്ക് യൂസ് ചെയ്യാം, അല്ലെങ്കിൽ നിങ്ങളുടെ കംഫർട്ടബിൾ ഏതാണെന്ന് വിചാരിച്ചിട്ട് ആ ബുക്കും യൂസ് ചെയ്യാം. ഈ പറഞ്ഞ ബുക്സ് ഒന്നും കൂടാതെ അനാറ്റമിയിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് സാധനമുണ്ട്, ഡിസെക്ഷൻ. ഡിസെക്ഷൻ ഹാളിൽ കയറുമ്പോഴത്തേക്കും നമുക്ക് വേണ്ടിയ ഒരു ബുക്കുണ്ട്. ഈ ബുക്കിന് 3 വോളിയൂംസും ഉണ്ട്. ഈ ബുക്കില്ലാതെ അകത്ത് കയറിയാൽ ഡയറക്റ്റ് എക്സിറ്റ് ആണ്. ബുക്ക് ഇല്ലാതെ വന്നാൽ പിന്നെ കയറിയേ വേണ്ട. അപ്പോൾ ഈ ബുക്കിന്റെ പേരാണ് കണ്ണിങ്ഹാംസ് പ്രാക്ടിക്കൽ മാനുവൽ ഓഫ് അനാറ്റമി. അതിന് 3 വോളിയൂംസ് ഉണ്ട്. ഈ ബുക്ക് നിങ്ങൾക്ക് നിങ്ങളുടെ സീനിയേഴ്സിനെ നിന്ന് ബോറോ ചെയ്യാം, പഴയ ബുക്ക് വാങ്ങിക്കുകയൊക്കെ ചെയ്യാം. കാരണം ഈ ബുക്കിലെ ഡയഗ്രാംസ് ആണ് നമ്മൾ കൂടുതലും പഠിക്കാൻ യൂസ് ചെയ്യുക. പിന്നെ നമുക്ക് തിയറി പേപ്പറിൽ ഇരിക്കുന്ന അധികം ക്വസ്റ്റ്യൻസ് ഒന്നും വരത്തില്ല, റാദർ ദാൻ ഡയഗ്രാംസ്. അങ്ങനെ അനാറ്റമി തീർന്നു അല്ലേ? സത്യം പറഞ്ഞാൽ നമ്മുടെ ഫസ്റ്റ് ഇയറിൻ്റെ ഒരു മേജർ പാർട്ട് ഓഫ് നമ്മുടെ ബുക്ക് ഷെൽഫ് എന്ന് പറഞ്ഞാൽ അനാറ്റമിയുടെ ബുക്സ് ആയിരിക്കും. പിന്നെ നമുക്ക് ഫിസിയോളജി, ബയോകെമിസ്ട്രി വളരെ ചുരുക്കം ചില ബുക്സ് മാത്രമേ ഉള്ളൂ. അതിൽ ബയോകെമിസ്ട്രി ഞാൻ ആദ്യം പറയാം. ബയോകെമിസ്ട്രിക്ക് വളരെ ഒരേ ഒരു ബുക്കേ നിങ്ങൾക്ക് ഫോളോ ചെയ്യാനുള്ളൂ. അതായത് വാസുദേവൻ ആൻഡ് ശ്രീകുമാരി എന്ന് പറഞ്ഞ് ഒറ്റ ടെക്സ്റ്റ് ബുക്കാണ്. പിന്നെ ഹയർ ലെവലായ റെഫറൻസ് ബുക്കും അല്ലെങ്കിൽ നമ്മുടെ സ്റ്റാൻഡേർഡ് ബുക്ക് എന്ന് പറയുന്ന ഹാർപ്പറും ഉണ്ട്. പറ്റുന്നവർക്ക് ഈ ബുക്ക് ഫോളോ ചെയ്യാം, അല്ലാത്തവർക്ക് വാസുദേവൻ ആൻഡ് ശ്രീകുമാരി മതി. കമ്മിങ് ടു ഫിസിയോളജിക്ക് വേണ്ടി നമ്മുടെ നാട്ടിൽ 2 ബുക്സാണ് കോമൺലി യൂസ് ചെയ്യുന്നത്. ഒന്ന് ടെക്സ്റ്റ് ബുക്ക് ഓഫ് മെഡിക്കൽ ഫിസിയോളജി ബൈ ഡോക്ടർ GK പാൽ, മറ്റൊന്ന് ടെക്സ്റ്റ് ബുക്ക് ഓഫ് മെഡിക്കൽ ഫിസിയോളജി ബൈ ഡോക്ടർ N ഗീത. ഗീത എന്ന് പറഞ്ഞ ബുക്ക് നമ്മുടെ ട്രിവാൻഡ്രം മെഡിക്കൽ കോളേജിലെ പ്രൊഫസറായ ഡോക്ടർ ഗീത എന്ന് പറഞ്ഞ മാഡം എഴുതിയൊരു ബുക്കാണ്. ഇറ്റ്സ് മച്ച് ലൈക്ക് എൻ NCERT ബുക്കാണ്. കുറച്ച് കൂടി സിംപ്ലിഫൈഡ് ലാംഗ്വേജ് ആണ് ആ ബുക്കിൻ്റെത്. മീൻസ് വായിക്കാൻ എളുപ്പത്തിലും പഠിക്കാൻ കുറച്ചും കൂടി എളുപ്പമായിട്ട് കുറേ പേര് ആ ബുക്ക് ഫോളോ ചെയ്യുന്നുണ്ട്. പക്ഷേ GK പാലിൻ്റെ ബുക്ക് കോൺസെപ്റ്റ് വൈസും ഡയഗ്രാംസ് വൈസും ഒരുപാട് നല്ലൊരു ബുക്കാണ്. ഇറ്റ്സ് ഒരു PG ലെവൽ ബുക്കും കൂടിയാണ് GK പാൽ. ഈ 2 ബുക്കുകൾ ഏത് ബുക്ക് വേണമെങ്കിലും നിങ്ങൾക്ക് ഫോളോ ചെയ്യാം. ആൻഡ് ഇറ്റ് ഡിപ്പെൻഡ്സ് കംപ്ലീറ്റ്ലി അപ്പോൺ യു വാട്ട് ടു ചൂസ്. ഈ 2 ബുക്ക് ഉണ്ടെങ്കിൽ പോലും ഫിസിയോളജിയുടെ സ്റ്റാൻഡേർഡ് ബുക്ക് എന്ന് പറഞ്ഞാൽ ഗാനോങ്സ് മെഡിക്കൽ ഫിസിയോളജിയാണ്. ഈ ബുക്ക് പഠിക്കാനും കോൺസെപ്റ്റ് മനസ്സിലാക്കാനും അതിനെക്കുറിച്ച് കൂടുതൽ അറിയാനും ഡയഗ്രാംസ് നോക്കാനും ഒക്കെ വളരെ യൂസ്ഫുൾ ആണെങ്കിൽ പോലും എക്സാമിന് നിങ്ങൾക്ക് പഠിച്ച് റിപ്രൊഡ്യൂസ് ചെയ്യാൻ ബുദ്ധിമുട്ടായതുകൊണ്ട് പലരും GK പാലും ഗീതയും തന്നെയാണ് ഫോളോ ചെയ്യുന്നത്. ഈ ബുക്ക് നിങ്ങൾ വാങ്ങിയില്ലെങ്കിൽ പോലും നിങ്ങൾക്ക് ഇതിൻ്റെ PDF വളരെ സിമ്പിളായിട്ട് നിങ്ങൾക്ക് ഓൺലൈനായിട്ട് അവൈലബിൾ ആണ്. കമ്മ്യൂണിറ്റി മെഡിസിൻ എന്ന സബ്ജക്റ്റിൻ്റെ ബുക്ക് നിങ്ങൾ ഫസ്റ്റ് ഇയർ തന്നെ വാങ്ങണമെന്ന് നിർബന്ധമില്ല. അഥവാ വാങ്ങണം എന്ന ആഗ്രഹമുള്ളവർക്ക് പാർക്സ് സോഷ്യൽ ആൻഡ് പ്രിവെൻറ്റീവ് മെഡിസിൻ എന്ന ബുക്കാണ് നിങ്ങൾ വാങ്ങേണ്ടത്. സോ ഗൈസ്, നിങ്ങൾക്ക് ഫസ്റ്റ് ഇയർ വേണ്ട എല്ലാ ബുക്സിൻ്റെ പേര് ഞാനിപ്പോൾ പറഞ്ഞു കഴിഞ്ഞു. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സ് ചെക്ക് ചെയ്യാം. അവിടെ ഞാൻ എല്ലാ ബുക്സിൻ്റെ പേരും ആ ബുക്സിൻ്റെ ഓത്തേഴ്സിൻ്റെ പേരും റെഫറൻസും കൊടുക്കുന്നതായിരിക്കും. പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ എൻ്റെ കോമൻറ്റ്സ് വഴി എന്നോട് ചോദിക്കാവുന്നതാണ്. ഗൈസ്, ഇത്ര നേരം കണ്ടുകൊണ്ടിരുന്നാൾക്ക് ഒരു ബോണസ് ടിപ്പ് വേണ്ടേ? അപ്പം നമ്മൾ MBBS ലൈഫിലും അല്ലെങ്കിൽ ഫസ്റ്റ് ഇയർ MBBSൽ നമുക്ക് ഒരുപാടൊക്കെ വായിക്കാൻ പറ്റുമെങ്കിലും എക്സാമിന് നമുക്ക് എല്ലാം റിപ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റില്ല. മാത്രമല്ല, നമുക്ക് എക്സാംസിന് ചില സെലക്റ്റഡ് ഏരിയാസാണ് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കേണ്ടത്. അവിടെ നിന്നായിരിക്കും കൂടുതൽ ക്വസ്റ്റ്യൻസും വരുന്നത്. അപ്പം ഏതൊക്കെ ഏരിയാസ് ഇമ്പോർട്ടൻ്റ് ആണ് അല്ല എന്നൊക്കെ മനസ്സിലാക്കാൻ നമുക്കൊരു സ്റ്റഡി ഗൈഡായിട്ട് നമുക്കൊരു ബുക്ക് യൂസ് ചെയ്യാം. ട്രിവാൻഡ്രം മെഡിക്കൽ കോളേജ് എല്ലാ വർഷവും റിലീസ് ചെയ്യുന്ന ഒരു അടിപൊളി ബുക്കാണ് സിസ്റോൺ എന്ന് പറഞ്ഞാൽ. സിസ്റോൺ എല്ലാ വർഷവും ന്യൂ റിലീസ് ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ ബുക്ക് വാങ്ങാം. നിങ്ങളുടെ ബുക്ക് സ്റ്റോഴ്സിൽ അവൈലബിൾ ആണ്, അവിടെ നിന്ന് വാങ്ങാം. അല്ലെങ്കിൽ നിങ്ങൾ പുറത്ത് അന്വേഷിച്ചാൽ അവിടെ നിന്നാണെങ്കിലും കിട്ടും. അല്ലെങ്കിൽ ട്രിവാൻഡ്രം മെഡിക്കൽ കോളേജ് ഡയറക്റ്റായിട്ട് ഓർഡേഴ്സ് നിങ്ങൾക്ക് എടുക്കാൻ പറ്റും. അപ്പം ഇതാണ് എൻ്റെ ബോണസ് ടിപ്പ് എന്ന് പറഞ്ഞാൽ. അപ്പം പഠിക്കുമ്പോൾ നിങ്ങൾക്ക് ഈ ബുക്ക് വളരെ യൂസ്ഫുൾ ആയിരിക്കും. സോ ഗൈസ്, ഇതൊക്കെ കണ്ട് മിക്കവരും ഒന്ന് പേടിച്ചിട്ടുണ്ടാകും. ഈ ഫസ്റ്റ് ഇയർ എന്ന് പറഞ്ഞാൽ ഫുള്ള് പഠിത്തമാണോ, റെസ്റ്റ് ഒന്നും ഇല്ലേ, ഫുൾ ടൈം പഠിച്ച് മടുക്കുമല്ലോ എന്നൊക്കെ. പക്ഷേ പഠിക്കാൻ കുറേ ഉണ്ടെങ്കിൽ പോലും ഏറ്റവും കൂടുതൽ എൻജോയ് ചെയ്തൊരു ടൈം കൂടി ആയിരിക്കും ഈ ഫസ്റ്റ് ഇയർ എന്ന് പറഞ്ഞാൽ. ചില ആർക്കും ഒരിക്കലും മറക്കാൻ പറ്റാത്തൊരു ടൈമാണ് ഈ ഫസ്റ്റ് ഇയർ എന്ന് പറയുന്നത്. അപ്പം കീപ്പിംഗ് ദ അക്കാഡമിക് സൈഡ് അപ്പാർട്ട് ഒരുപാട് നോൺ അക്കാഡമിക് ഓപ്പർച്യൂണിറ്റീസ് നിങ്ങളുടെ മുന്നിൽ വരുന്ന ടൈം കൂടിയാണ് ഈ ഫസ്റ്റ് ഇയർ. അപ്പോൾ മാക്സിമം ഡു ട്രൈ ടു സ്റ്റെപ്പ് ഇൻ ടു ദം വൺസ് ഇൻ എ വൈൽ. അപ്പം രണ്ടിനും ഒരു ബാലൻസ് എപ്പോഴും കീപ്പ് ചെയ്ത് പോവുക, അക്കാഡമിക്കിലും നോൺ അക്കാഡമിക്കിലും. യു ഓൾ ലൈക്ക് ദിസ് വീഡിയോ. എന്നിട്ട് ഈ വീഡിയോ ഇഷ്ടമായാലും എല്ലാവർക്കും ഷെയർ ചെയ്യാൻ നോക്കുക. ഡു സബ്സ്ക്രൈബ് ദ ചാനൽ, ഹിറ്റ് ദ ബെൽ ഐക്കൺ ബിലോ.
പിന്നെ ഇനിയും നിങ്ങൾക്ക് സ്റ്റഡി ടിപ്സൊക്കെ ആയിട്ട് ഞാൻ വീഡിയോസ് ഇടുന്നതായിരിക്കും. അപ്പം സ്റ്റേ ട്യൂൺഡ്. പിന്നെ കൺഗ്രാജുലേഷൻസ് ടു ഓൾ ഹു ഗോട്ട് ഇൻ ടു കോളേജ് ആൻഡ് സ്റ്റഡി വെൽ ആൻഡ് സ്റ്റേ ഹാപ്പി.